ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമുക്ക് തേർഡ് പാർട്ട് ഫയലിൻ്റെ തേർഡ് പാർട്ട് നോക്കാം. ആരെ എഴുതിയതാണ്? മധു കാങ്കരിയ കി കഹാനി ഹെ ഫയൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ മംഗളയും ജുനരിയും അവർ രണ്ടാളും നമ്മളുടെ ട്രസ്റ്റിൽ നിന്ന് ഒളിച്ചോടുകയും പിന്നീട് അവരെ പോലീസ് മുഖേന തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സീനായിരുന്നു ലാസ്റ്റ്. ഓക്കെ, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതിനുശേഷം നമ്മളുടെ മംഗളയുടെ അച്ഛനും അമ്മേനെയും വിളിപ്പിച്ചു. അവർ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് അവരെ വീണ്ടും അവിടെ തുടരാൻ വേണ്ടിയിട്ട് അനുവദിച്ചത്. എന്താ വെച്ചാൽ അവർ അത്രയും പാവപ്പെട്ടവരാണ്. അവർക്ക് ആ മക്കളെ 2 പെൺകുട്ടികളെ നോക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ആ ട്രസ്റ്റിൽ കൊണ്ട് ആക്കിയത്. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മൾ നോക്കി. ഇനിയിപ്പം നമ്മളുടെ ഷാമിലിക്ക് അവിടെയുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. തൃപ്തി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓൾ ഇൻ ഓൾ മാനേജർ അവിടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആ ട്രസ്റ്റിൽ ഇഷ്ടംപോലെ കുട്ടികൾ, പല തരത്തിലുള്ള കുട്ടികളെയും സ്ട്രീറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവർ വളർത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സബി ലോഗോं को खाना भी देते हैं. ऐसे जो बहुत गरीब बच्चे जो खाने पीने तक अपने घर में नहीं है, वे लोग उन बच्चों को यहाँ पर दाखिला कराते हैं. ठीक है, फिर वहीं पर रहते हैं, सब मिलजुल के रहते हैं, वहीं पे सोते हैं. ठीक है, 1 महीने में एक बार इन बच्चों के माँ बाप आके देखते हैं इन बच्चों को. ठीक है, वो भी नहीं आते क्योंकि उन्हें पैसा नहीं है. तो मैंने पहले बताया था कि उन्हें पैसा नहीं है तो वो 2 महीने के बाद ही आएंगे. कभी कभी 3 महीने होंगे बच्चों को देखने के लिए. ऐसी है हालत. वहीं पर सोते हैं, वहीं पे खाते हैं. लेकिन ये बहुत स्ट्रिक्ट है, इसलिए हमारी मंगला और जुरिया यहाँ से चले गए. ठीक है, ऐसे बहुत से सड़कों में जो घूमता हुआ लड़कियों को उन्होंने अपने साथ लेकर उसे पढ़ाया लिखाया. ठीक है, भीख मांगते हुए लड़कियों को भी उठा के वहाँ पे दाखिला किया है. ऐसे जो अपाहिज हैं ये लड़कों या लड़कियों दोनों को यहाँ पे दाखिला करते हैं. जो अपने माँ बाप कहीं पे छोड़ के चले जाते हैं, ठीक है, अंधेपन के कारण या कुछ विकलांग होने के कारण, वो लोग उन्हें इलाज करने के लिए पैसा नहीं है, इसलिए वो रास्ते में छोड़ के चले जाते हैं. उन जैसे लड़कों को लड़कियों को उठा के ये ट्रस्ट पढ़ाते हैं. ये है हमारे मंगला और जुरिया. ठीक है, तो हम देखेंगे आगे क्या होता है. तो यहाँ से शुरू होती है. तो ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത്. അപ്പം ഇവരെ എല്ലാവരും കൂടിയിട്ട് ജുനിയ മംഗളേനെ തിരിച്ച് ഏൽപ്പിച്ചു. അച്ഛനമ്മയൊക്കെ എന്താ പറഞ്ഞപ്പം വീണ്ടും അവിടെ തന്നെ ജുനിയ ഓർ മംഗളക്കോ ഫിർ സി വഹാ പേ ദാഖിലി കരായി എന്ന് വെച്ചാൽ വീണ്ടും അവിടെ ചേർത്തു. പിന്നെ നമ്മളുടെ തൃപ്തി ആർക്ക്? നമ്മളുടെ ഷാംലിക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഫയലുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയൽ है जो कंप्लीट करने के लिए, तो आप इस फाइल को पूरा कीजिए. तो हमारी गवर्नमेंट से ऑडिटिंग होगा, तब तक के लिए आप ये फाइल पूरा कंप्लीट करना है. तो അങ്ങനെ ഒരു ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടിയാണ് ആർക്ക്? ഷാംലിക്ക് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഫയൽ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. ഒരു ഫയലുണ്ട്, അത് പ്രത്യേക ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് അത് നമുക്ക് ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പം അത് നമ്മളുടെ
ഒരു നമ്മളുടെ പിങ്കിയുടെ ഫയലാണ്. പിങ്കിനെ പറ്റിയിട്ടാണ് ഇനി അടുത്ത. നമ്മളിപ്പം മംഗള ജുരിയനെ പറ്റി നോക്കി, അത് കഥ, അവരുടെ കഷ്ടപ്പാടും അവരുടെ മാനസിക സംഘർഷവും നമുക്ക് മനസ്സിലായി. അത് അടുത്ത നമുക്ക് ഈ ശ്യാമലി പറയുന്ന കഥ പിങ്കിയുടേതാണ്. അപ്പം പിങ്കിയുടെ കഥ കുറച്ചൊക്കെ തൃപ്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കുട്ടീനെ ഹാൻഡിൽ ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു കേസാണ്. അതുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടീൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കുട്ടീനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ശ്യാമലിയോട് തൃപ്തി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ओके, പിന്നീട് കുറച്ചൊക്കെ ആദ്യം पिंकी कहाँ पे रहते थे और यहाँ पे कैसे पहुँच गया इसके बारे में इसमें बता रहे हैं. എങ്ങനെയാണ് പിങ്കി ഇവിടെ എത്തി ചേർന്നതൊക്കെ പറ്റി തൃപ്തി ഒരു ചെറിയ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. പിന്നീട് നമ്മളുടെ ശ്യാമലി അത് ഫയലിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എടുക്കുന്നുണ്ട്. അപ്പം പിങ്കി അവിടെയുള്ളൊരു അന്തർവാസിയാണ്. അപ്പോൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് പിന്നീടുള്ള കഥ. ഓക്കെ, അപ്പോൾ പിങ്കി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സുന്ദരിയായ നല്ല വെളുത്തൊരു കുട്ടിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നൃത്യ और സംഗീത് ജैसी उनकी रंगों में. ഡാൻസും പാട്ടും എന്ന് പറഞ്ഞാൽ അവളുടെ ഇതിൽ അലിഞ്ഞു ചേരുന്ന പോലെയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, നല്ല ഡാൻസാണ്. ഗുങ്കുരേലു ബാൽ ഹെ, നല്ല ചുരുള്ള മുടിയാണ്, അത്രയും സുന്ദരിയാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ട്രസ്റ്റിലുണ്ടെങ്കിൽ ഇവളുടെ ഡാൻസാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇവളെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള കഥ നമ്മളുടെ ശ്യാമലി മനസ്സിലാക്കുകയാണ്. ആ ഫയലിൽ, നമ്മളുടെ കഥയുടെ പേര് ഫയലാണ്. അപ്പോൾ ആ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസും ഇവളെ പറ്റിയിട്ട് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ തൃപ്തി ഇവളെ അസൈൻ ചെയ്ത്. അപ്പം നമ്മളുടെ പിങ്കി ഒരു നല്ലൊരു ഡാൻസറാണ്, നല്ലോണം പാട്ട് പാടും. അപ്പം എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് നോക്കാം. അപ്പം फर्स्ट उसकी उम्र में जो 11 या 13 वर्ष की आयु में वह बलात्संग के शिकार हो गया था. അപ്പം ഈ 11-14 വയസ്സിൻ്റെ ഇടയിൽ ഇവളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉസ്കി माँ के ही दोस्तों ने, जो उसकी माँ तो अच्छी औरत नहीं है, तो उसकी माँ के पास जो मर्द आते हैं वही उसको भी बलात्संग किया है. ठीक है, तो उसी के घर में वो सुरक्षित नहीं थी. तो वहाँ के पड़ोसियों ने उन्हें पुलिस पे रिपोर्ट कराया, ऐसा हो रहा है, बच्ची को ऐसी हालत कर डाली है. तो पुलिस उस बच्ची को एक चाइल्ड वेलफेयर सेंटर में दाखिला कर देते हैं. तो वहाँ से उसे क्या एक हादसा हुई. वो तो बहुत अच्छी तरह नाचती थी और गाती भी थी. वहाँ पर भी उसे तो पता ही नहीं, ये इस उम्र के लड़कियों को इसके घर में जो सुरक्षा होनी चाहिए वो भी नहीं है. उसे बहुत दुख था क्योंकि वो माँ के पास नहीं है. ठीक है, तो അപ്പം ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ 11-14 വയസ്സിൽ വീട്ടിൽ തന്നെ സുരക്ഷിത ഇല്ലാണ്ട്, വീട്ടിൽ തന്നെ അമ്മയുടെ ജാരന്മാർ വന്നിട്ട് ഇവളെ ബലാത്സംഗം ചെയ്തുകൊണ്ടുള്ള ഒരു വിഷമമുണ്ട്. അപ്പം ആടെയുള്ള അടുത്തുള്ള ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോലീസിനെ ഇൻഫോം ചെയ്ത് ചൈൽഡ് വെൽഫെയർ സെൻറ്ററിൽ കൊണ്ട് ഏൽപ്പിച്ചു. അവിടെ ഇങ്ങനെ അവൾക്ക് സങ്കടമാണ്. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് അമ്മേനെ ആരെയും കാണാണ്ട് നിൽക്കണം, പിന്നെ ഒരു പേരുമായി അല്ലേ, വേശ്യ എന്നുള്ളൊരു പേരുമായി. അപ്പം അവിടെ ഒരു പ്രോഗ്രാം, നല്ലോണം ഡാൻസ് കളിക്കും എന്ന് പറഞ്ഞല്ലോ, ചെറുപ്പത്തിലേ കളിക്കും. അപ്പം അവിടെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ നല്ലോണം ഡാൻസ് കളിച്ചു. അപ്പം അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് അവളെ കളിയാക്കി. ഇത് നിൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ, നിൻ്റെ അമ്മക്ക് പിന്നെ നല്ല ഡാൻസൊക്കെ അറിയായിരിക്കുമല്ലോ, അതല്ലേ എല്ലാവരെയും വലയിൽ വീഴ്ത്തുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ഇവൾക്ക് ദേഷ്യം വന്നു. ആ പറഞ്ഞ ആളുടെ കൈയല്ല, തല ഭിത്തിയിലടിച്ചു. ഓക്കെ, അപ്പം നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു.
ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം അവൾക്ക് അവിടെയുള്ള ആൾക്കാർ ഒരു ലെറ്റർ എഴുതിയിട്ട് അവളെ മെൻ്റൽ ആസ്പത്രിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ സെൻറ്ററിൽ നിന്ന് അവൾ എങ്ങോട്ടേക്ക് പോവുകയാണ്, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവിടെ പോകുന്ന സമയത്തു എന്താ അത്രയും പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ മെൻ്റലോ എന്താ मैं पागल नहीं हूँ. वो हमेशा बताती है कि अपने डॉक्टर से बताते हैं कि मैं पागल नहीं हूँ. पिंकी मानसिक रोगी तो थी ही नहीं, മാനസിക രോഗിയൊന്നുമല്ല. फिर भी कुछ दिनों तक खामोशी ओढ़ी रखी. അവിടെ എത്തിയപ്പം പിന്നെ അവിടെയുള്ള ഒരു സാഹചര്യമൊക്കെ ആയിട്ട് അവൾക്ക് ശരിക്കും നമ്മളങ്ങനെയല്ലേ, ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇനി വട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോകൂലേ. ഡോക്ടറോട് പറഞ്ഞിട്ട് പോലും ഡോക്ടറൊന്നും അത് വകവരുത്തിയില്ല. വെറും പൈസക്ക് മാത്രമുള്ളൊരു ഡോക്ടറായിരുന്നു. അല്ലാണ്ട് ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഡോക്ടർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം കുറേ കാലം ആ പിങ്കി എവിടെയായിരുന്നു, മാനസിക രോഗ കേന്ദ്രത്തിലായിരുന്നു. അപ്പം അവിടെ നിന്ന് ആ ഡോക്ടർ ഒരു കാലാവധി കഴിഞ്ഞാൽ പുതിയ ഡോക്ടർ വരുമല്ലോ. അങ്ങനെ പുതിയ ഡോക്ടർ വന്നപ്പം പിങ്കിയുടെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പം അവിടെ ആ സ്ഥലത്ത് നിന്ന് എന്താ പാഗൽഖാനേസി ഉസെ നിക്കാൽ ദിയാ ഗയാ. അപ്പം ഈ കുട്ടിക്ക് രോഗമൊന്നുമില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രസ്റ്റിലേക്ക് ആക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഈ നിഷി ആശാ ട്രസ്റ്റിലേക്ക് ആര് വരുന്നത്, നമ്മളുടെ പിങ്കി എത്തിപ്പെടുന്നത്. ഇപ്പോൾ കഥ മനസ്സിലായില്ലേ, എങ്ങനെയാണ് പിങ്കി ഈ ട്രസ്റ്റിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം അവർ റെഫർ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പിന്നീട് ഈ ചൈൽഡ് വെൽഫെയർ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ചെറിയ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ ആരും ഇല്ലാത്ത കുട്ടികളെ ഈ ട്രസ്റ്റിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത് ഹോസ്പിറ്റലുകാർ ട്രസ്റ്റിലേക്ക് കൈമാറി. ഓക്കെ, അപ്പോൾ അതാണ് പിങ്കിയുടെ കഥ. അപ്പോൾ അത് ഏകദേശം കുറച്ച് തൃപ്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിങ്കിയുടെ ഫയലിൽ നിന്ന് ആര് വായിച്ചു മനസ്സിലാക്കിയതാണ്, നമ്മളെ ഷാമിലി വായിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ സബ് കിസ്സെ ബോൾ റേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ ആരോടാ പറയുന്നത്? ഹമാരി ലേഖിക ഓർ ശ്രീകാന്ത് സെ ഷാമിലി കേ രഹേ ഹേ. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഷാമിലി ശ്രീകാന്തിനോടും നമ്മളുടെ നമ്മളെ ലേഖികയോടും പറയുകയാണ് ഈ കഥകളെല്ലാം. അപ്പോൾ പിങ്കിയുടെ കഥ ഇതാണ്. പിങ്കി പിന്നെ അവിടെ വന്നിട്ട് ഉണ്ടായ സിറ്റുവേഷൻ കുറേയൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടും കുറേയൊക്കെ ആർക്ക് നമ്മളുടെ ഷാമിലിക്കും കണ്ടു മനസ്സിലായ കാര്യമാണ്. നല്ല ഡാൻസറാണെന്ന് വെച്ചാൽ നല്ല ഡാൻസറാണ്. ഓക്കെ, അത്രയും നല്ല ബുദ്ധിയാണ് അവളുടെ. പക്ഷേങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അമ്മേനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കളിയാക്കി പറയുകയാണെങ്കിൽ നല്ല ദേഷ്യം പിടിക്കും. ഓക്കെ, അങ്ങനെയാണ് സ്ഥിതി. കുറേ जानकारी तो प्राप्त हुई. तृप्ति ने कहा कि മാനസിക രോഗി को ठीक कर दे. അവൾക്ക് ചെറിയൊരു രോഗമുണ്ട്, നിനക്ക് പറ്റുകയാണെങ്കിൽ അവളെ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ചെയ്യൂ. അപ്പം നല്ല ഡാൻസറാണെങ്കിൽ അവൾക്ക് ഡാൻസിനാണ് താല്പര്യമാണെങ്കിൽ നമുക്ക് ഡാൻസിന് പ്രാക്ടീസ് കൊടുക്കുക അവൾക്ക്. और उसकी माँ के बारे में जो वो बहुत सुनते ही उसे बहुत क्रोध आते थे. അമ്മേനെ പറ്റി കേൾക്കുമ്പം തന്നെ ദേഷ്യമാണ്. फिर भी वो माँ से मिलना चाहती हैं. എന്നാൽ പോലും അവൾക്ക് വീണ്ടും അമ്മേനെ കാണാൻ തോന്നാറുണ്ട്. ഓക്കെ, അപ്പം तो क्या है, हमारी शामली जी ये सब तैयारी करने लगे. उसकी फ़ाइल तो क्लोज़ करना है, तो एक एक लाइन पढ़ता है और उससे भी पूछता है क्या करना है आगे. ठीक है, आपको क्या दुख है, काउंसलिंग देने लगती हैं. ये कौन? शामली जी पिंकी को. तो पिंकी पहले तो उसे बात ही नहीं करना चाहते थे. പിങ്കിക്ക് ദേഷ്യമായിരുന്നു അല്ലേ, എന്തെങ്കിലും നമ്മളുടെ പേഴ്സണൽ കാര്യം ചോദിക്കുമോ എന്നുള്ള ഒരു ദേഷ്യത്തോടെ ആയിരുന്നു ആദ്യം ഷാമിലിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഷാമിലി നല്ല രീതിയിൽ സംസാരിച്ച് ആ പിങ്കിയുടെ മനസ്സൊക്കെ മാറ്റിയെടുത്തു. ഓക്കെ, पिंकी कहती है कि वो ठपट देता बेशी खोधा खोरने चले भेदो बिदो अधिक भक भक किए तो छेने से बांधूंगा.
ഭയങ്കര ദേഷ്യമാണ് പിങ്കിക്ക് ആരെങ്കിലും. അപ്പോൾ ഈ ഷാംലി ശരിക്കും നേരിട്ട് കണ്ടു അവളുടെ ഒരു എന്താ നമ്മളുടെ പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആകുന്നത്. അങ്ങനെ ഒരു ഫങ്ഷനിൽ ഇവള് ഡാൻസ് കളിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ആൾക്കാരുണ്ടാവും കളിയാക്കാൻ. ആ ട്രസ്റ്റിലുള്ള ഏതോ ഒരു കുട്ടി ഇവളെ അമ്മേനെ പറ്റി പറഞ്ഞപ്പം ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഭിത്തിനോട് തലയടിച്ചെന്നായിരുന്നു. ഇത് കൈ പിടിച്ച് ഒടിക്കാൻ നോക്കി. പെട്ടെന്നാണ് പിങ്കിക്ക് ബോധോദയം വന്നത്. എന്നെ വീണ്ടും ഇവർ മെൻ്റൽ ആശുപത്രിയിലാക്കുന്നു. അതുകൊണ്ട് പിന്നെ കൺട്രോൾ ചെയ്തു. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് ആരും ഇപ്പം കാണുന്നുണ്ട്, നമ്മളുടെ ഷാംലി കണ്ടിട്ടുണ്ട്. അപ്പം ഏകദേശം ആ സ്വഭാവം മനസ്സിലായി ആരുടെ, പിങ്കിയുടെ. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയായി, എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വരുന്നു, അതൊക്കെ ഒന്ന് പഠിക്കുകയാണ് നമ്മളുടെ ഷാംലി. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറയുന്നത് സൂര്യൻ്റെ തേജസ്സുള്ള മുഖമാണ്, അത്രയും സുന്ദരിയാണെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ ഒരു പ്രശ്നമുണ്ട്, വേഗം ദേഷ്യം വരികയാണ് ചെയ്യുക. അത്രയും സുന്ദരിയാണ്, ആര് കണ്ടാലും ഒന്ന് മോഹിച്ചു പോകും. അപ്പം ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കും കൂടി ഉണ്ട് നമ്മളുടെ പിങ്കിക്ക്. പിങ്കി ഒരു ടൈമിൽ നല്ല സുന്ദരിയായതുകൊണ്ട് ഒരു പുറത്തുനിന്ന് ഒരു യുവാവുമായിട്ട് പ്രേമത്തിലായിരുന്നു. പക്ഷേ എങ്കിൽ ആ ലവ് അഫെയർ പൊട്ടിപ്പോയി. तो लव अफेयर तो क्या है, बीच में रुक गई, क्योंकि ये भी कारण उसकी फ़ाइल थी, क्योंकि वो लड़का उसके बारे में सभी जानना चाहते थे. ये लड़की कैसे यहाँ पे पहुँची और उसके माँ बाप कौन हैं, ये सब जानना चाहती थी. और वो ये पिंकी तो उसे बताया ही नहीं, ये सब उसके साथ बलात्कार हुआ था और उसकी माँ ऐसी है. ये तो उसकी प्रेमिका से प्यार करता है, उसे बताया नहीं था, क्योंकि उसे मालूम था कि अगर वो जान जाएगा तो उसे छोड़कर चले जाएंगे. അവൾക്കറിയായിരുന്നു, അഥവാ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്ലാഷ് ബാക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെക്കൻ വിട്ടിട്ട് പോകുന്നു. इसलिए वो कुछ भी नहीं कहा. लेकिन वो लड़का वो ട്രസ്റ്റ് की ചൗക്കിദാർ സെ ആ ചെക്കൻ അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചൗക്കിദാർ എന്ന് വെച്ചാൽ അവിടുത്തെ ഗേറ്റ് കീപ്പർ, വാച്ച്മാൻ. അപ്പോൾ അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പൈസ ദേക്കെ ഉസ്കെ ബാരെ മേ ജാൻ ലിയ. അപ്പോൾ ആ ഫയൽ എടുപ്പിച്ചു, ആരുടെ, പിങ്കിയുടെ ഫയല് ഓഫീസിൽ നിന്ന് എടുപ്പിച്ചു. അപ്പം പിങ്കിയുടെ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ वो ऐसी लड़की है, वो 11 वर्ष में उसका बलात्कार हुआ है, उसकी माँ ऐसा है. तो क्या कर दिया है कि वो उससे अब शादी नहीं करना चाहता है, वो उससे बात नहीं करता है, वो उससे प्यार भी नहीं अब करता. वो अब उसे बहुत, पिंकी को बहुत दुख हुआ, ऐसा उसकी प्यार टूट गया. ठीक है. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഇതൊക്കെ അറിഞ്ഞപ്പം പിന്നെ ആ ചെക്കൻ തിരിഞ്ഞു നോക്കിയില്ല, സംസാരിച്ചില്ല, വന്നില്ല. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിപ്പോയി. അതാണ് നമ്മളുടെ പിങ്കിയുടെ ആ ഒരു ഫയൽ കൊണ്ട് അവൾ എന്ത് ചെയ്തിട്ട്, അവളുടെ ഒരു ചെറിയ പ്രായത്തിൽ അവൾ പോലും അറിയാണ്ട് അവൾ പെട്ടുപോയ ഓരോരോ സംഭവം അവളെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ, ആ കല്യാണം കഴിക്കേണ്ട ടൈമിൽ നല്ലൊരാളായിരുന്നു, നല്ല റിലേഷനായിരുന്നു, അല്ലാണ്ട് ഉള്ള ഒരു ചീത്ത കുട്ടിയല്ല പിങ്കി. അപ്പം ഈ ഒരു ഒറ്റ കാരണം, ഈ ഒരു ഫയൽ കൊണ്ട് വീണ്ടും അവളുടെ ജീവിതം വഴിമുട്ടി. ഓക്കെ, പിന്നെയും അവൾക്ക് ഡിപ്രഷനായി. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ പിങ്കിയുടെ കാര്യം. അപ്പോൾ പിങ്കിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഷാമിലി ഇത് കൗൺസിലിങ് ചെയ്യാൻ തുടങ്ങി. പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പിങ്കിക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണം ചെയ്യാൻ തുടങ്ങി. ഇപ്പം നല്ല കമ്പനിയായി, ഷാമിലിയും പിങ്കിയും എല്ലാം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഓരോരോ കാര്യം, പിങ്കിക്ക് ഒരിക്കൽ ദുർഗാപൂജ സമയത്ത് വീണ്ടും എവിടെ പോകണമെന്ന് തോന്നി, വീട്ടിലേക്ക്, എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ പിങ്കിക്കും
എന്താ വീട്ടിലേക്ക് പോകാൻ തോന്നുകയാണ്. പക്ഷേ എങ്കിൽ ഇവിടെയുള്ള ട്രസ്റ്റിലെ ആൾക്കാർക്ക് പിങ്കിയുടെ കഥ അറിയുന്നതുകൊണ്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ അമ്മ വിടൂല, വീണ്ടും അമ്മയുടെ വയലേക്ക് പിങ്കിനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആര് ഷാംലിയും സമ്മതിക്കുന്നില്ല, ട്രസ്റ്റിലെ ആൾക്കാരും സമ്മതിക്കുന്നില്ല. അപ്പം ഇവരറിയാണ്ട് വേറെ ഒരാൾ दूसरे एक സ്ത്രീ से इसके बारे में कहते हैं. ആ ട്രസ്റ്റിൽ നിന്ന് വേറൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചിട്ട് ആ സ്ത്രീനെ സോപ്പിട്ടിട്ട് പോകേണ്ട പരിപാടിയായിരുന്നു. പക്ഷെ അതും ഫ്ലോപ്പായി പോയി. അതും ഇവർ കണ്ടുപിടിച്ചു. അപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ഷാമിലി ശ്രമിക്കുന്നുണ്ട്. നീ പോയി കഴിഞ്ഞാൽ പിന്നെയും നിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടും. ഞാൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയാണ്. ഓക്കെ.